ചേത്താന്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേടിച്ചു നിൽക്കുന്ന നിക്കിയോട് രക്ഷകത്തി കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് നിനക്ക് തോന്നിയില്ലേ എന്ന് നിക്കിയോട് ചോദിക്കുന്നു. എനിക്ക് തോന്നി, പക്ഷേ നിങ്ങളുടെ വിഷമം കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ വാക്ക് പറഞ്ഞതുപോലെ കണ്ണ് തിരിച്ചു തന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന രക്ഷകത്തി എനിക്ക് വളരെ സന്തോഷമായി. ഇതിന് പകരം ഞാൻ നിനക്കൊരു സമ്മാനം തരാമെന്ന് പറഞ്ഞ് രക്ഷകത്തി രാക്ഷസന്റെ എല്ല് നിക്കിക്ക് കൊടുത്തിട്ട് ജീവൻ പണയപ്പെടുത്തി ഇതിനു വേണ്ടിയല്ലേ നീ വന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന നിക്കി താങ്ക്സ് എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, അതിനുള്ള ഉത്തരം നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്ത് വാ എന്ന് പറയുന്നത് കേൾക്കുന്ന നിക്കി രക്ഷകത്തിയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ രക്ഷകത്തി നിക്കിയുടെ ചെവിയിൽ എന്തോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന നിക്കി സന്തോഷത്തോടെ താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം രാജ് പാലസിൽ വരുന്ന നിക്കിയും പീയൂഷിനെയും കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പീയൂഷിന്റെ അച്ഛനും അമ്മയും. പക്ഷെ നിക്കിയെ കാണുന്ന കപാലി ഞെട്ടുകയാണ്. രക്ഷവതിയുടെ അടുത്ത് നിന്ന് ഇവൾ എങ്ങനെയാണ് ജീവനോടെ വന്നത്? ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഇവൾക്ക് എന്തോ പ്രത്യേകത ഉണ്ട് എന്ന് പറയുകയാണ് കപാലി. തുടർന്ന് സമയം താമസിച്ചു പോയി പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് സുമിത്ര നിക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ശേഷം നിക്കി മാലിക്കിനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. മൂക്കപ്പൊത്തിയും കണ്ണുമടച്ചുമാണ് നിക്കി ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ സമയം മാലിക് കപാലിയോട് എനിക്ക് വിശക്കുന്നു, ഫുഡ് തരാൻ വേണ്ടി ഞാൻ കൊടുത്ത സമയം കഴിഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുന്ന കപാലി രാജ് പാലസിലുള്ളവർക്ക് ഇപ്പോൾ മാലിക്കിനെ പേടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഫുഡ് ഇതുവരെയായിട്ട് അവർ എത്തിക്കാത്തതെന്ന് പറയുന്നത് കേൾക്കുന്ന മാലിക്കിന് ദേഷ്യം വരികയാണ്. ദേഷ്യം വരുന്ന മാലിക് ഇതിനുള്ള ശിക്ഷ ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് മാലിക് കുറെ പ്രാണികളെ ഗ്രാമത്തിലേക്ക് വിടുകയാണ്. ആ പ്രാണികൾ ഗ്രാമത്തിൽ പോവുകയും അവിടെയുള്ള കുട്ടികളെ കടിക്കുകയും ചെയ്യുന്നു. ആ പ്രാണികൾ കടിച്ച കുട്ടികൾ ബോധം കെട്ട് വീഴുകയാണ്. വീഴുന്ന കുട്ടികളെ വീട്ടുകാർ എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ സമയം ചേത്താൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് റൂമിൽ നിൽക്കുന്ന നിക്കി ഒരു സൗണ്ട് കേട്ട് ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നിക്കിയോട് നീ ആരാണെന്ന്, നിന്നിലുള്ള ശക്തി എന്താണെന്ന് നീ ആദ്യം തിരിച്ചറിയാൻ ശ്രമിക്കുക, അതിനുശേഷം ഞാൻ ആരാണെന്ന് അറിയാൻ ശ്രമിച്ചാൽ മതി എന്ന് അശരീരി കേൾക്കുന്ന നിക്കി ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്ന് നിക്കി പറയുന്നത് കേൾക്കുന്ന അശരീരി അവിടെ നിന്ന് പോവുകയാണ്. അത് മനസ്സിലാക്കിയ നിക്കി ഹലോ എനിക്ക് മറുപടി തന്നിട്ട് പോ എന്നൊക്കെ പറയുകയാണ്. മറുവശത്ത് ചെകുത്താൻ ഫുഡ് മാലിക്കിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പ്രത്യേക നക്ഷത്രത്തിലുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയാത്തതിൽ വിഷമിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവിടേക്ക് ഗ്രാമത്തിലെ ജനങ്ങൾ കുട്ടികളെ എടുത്തുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചും വരികയാണ്. എന്നിട്ട് മാലിക്കിന്റെ ശാപം ഞങ്ങളുടെ കുട്ടികൾക്കാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കുകയാണ്. ഇതെല്ലാം കപാലിയും കാണുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ബഹളം വെക്കുന്നത് കാണുന്ന മഹാരാജാവായ പീയൂഷിന്റെ അച്ഛൻ മാലിക്കിന് ചെകുത്താൻ ഫുഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അതിന്റെ ഫലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് കേൾക്കുന്ന നിക്കി ചെകുത്താൻ ഫുഡ് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, പിന്നെ എന്താണ് കൊടുക്കാത്തത് എന്ന് പീയൂഷിനോട് ചോദിക്കുമ്പോൾ 2 ദിവസമായി രചനയെ കാണാനില്ല എന്ന് പറയുകയാണ് പീയൂഷ്. രചനയില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിടാൻ നിക്കി പറയുമ്പോൾ എല്ലാവർക്കും മാലിക്കിന് ഫുഡ് കൊടുക്കാൻ കഴിയില്ല, ഒരു പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മാത്രമേ മാലിക്കിന് ഫുഡ് കൊടുക്കാൻ കഴിയുകയുള്ളൂ, രചന അതേ നക്ഷത്രത്തിൽ ജനിച്ചതാണ് എന്ന് പീയൂഷ് പറയുന്നത് കേൾക്കുന്ന നിക്കി ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം പീയൂഷിന്റെ അച്ഛൻ ഗ്രാമത്തിലുള്ളവരോട് മാലിക്കിന് ഫുഡ് കൊടുക്കുന്ന രചനയെ 2 ദിവസമായി കാണാനില്ല, നിങ്ങളിൽ ആരെങ്കിലും ചതയ നക്ഷത്രത്തിലുള്ള പെൺകുട്ടിയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരാമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന നിക്കി മാലിക്കിന് ചെകുത്താൻ ഫുഡ് കൊടുക്കാൻ ഞാൻ പോകാം, ഞാൻ ഫുഡ് കൊടുത്താൽ മാലിക് അത് സ്വീകരിക്കും, കാരണം ഞാൻ ചതയ നക്ഷത്രത്തിൽ ജനിച്ചതാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. നിക്കി പറഞ്ഞത് കേട്ട് നിൽക്കുന്ന കപാലിക്ക് ദേഷ്യം വരികയാണ്. ഓർഫനേജിൽ കഴിഞ്ഞ നിക്കിക്ക് 4 നക്ഷത്രമൊക്കെ എങ്ങനെ അറിയാൻ കഴിയുമെന്ന് പറയുകയാണ് കപാലി. സന്തോഷം തോന്നുന്ന സുമിത്ര നിക്കിയുടെ അടുത്ത് വന്ന് നിക്കിയുടെ നക്ഷത്രം ഇതാണ് എന്ന് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ ഗോവയിൽ വെച്ച് ഒരു പൂജാരിയെ കണ്ടു, ആ പൂജാരിയാണ് പറഞ്ഞത് ഞാൻ ജനിച്ചത് ചതയ നക്ഷത്രത്തിലാണെന്ന്. ഇതെല്ലാം കേൾക്കുന്ന ഗ്രാമത്തിലുള്ളവർ നിക്കിയെ മാലിക്കിന്റെ അടുത്തേക്ക് വിടാൻ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ഇതെല്ലാം കാണുന്ന പീയൂഷ് നിക്കിയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നു. റൂമിൽ വെച്ച് നിക്കിയോട് എന്തിനാണ് കള്ളം പറഞ്ഞത്, മാലിക്കിന്റെ അടുത്ത് പോകുന്നത് ഡേഞ്ചർ ആണെന്നൊക്കെ പറയുമ്പോൾ കുറെ ഡേഞ്ചർ സിറ്റുവേഷൻ മറികടന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എനിക്ക് പേടിയില്ല പീയൂഷ് എന്ന് പറഞ്ഞ് നിക്കി അവിടെ നിന്ന് പോകുന്നു. ശേഷം താഴെ വന്ന് എല്ലാവരോടും മാലിക്കിന്റെ അടുത്ത് പോകാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുകയാണ് നിക്കി. ഇത് കേട്ട് ഗ്രാമത്തിലുള്ളവർ ബഹളം വെക്കുന്നത് കേൾക്കുന്ന പീയൂഷിന്റെ അച്ഛൻ രചന കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയായിരുന്നു, പക്ഷേ നിക്കി കല്യാണം കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന നിക്കി ഒന്ന് ആലോചിച്ച ശേഷം സുമിത്രയുടെ അടുത്ത് പോയിട്ട് ഞാൻ പീയൂഷിനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ സുഗുണ ഇവരുടെ വിവാഹം നടത്തിയ മന്ത്രവാദിയോട് ചോദിക്കാമെന്ന് പറയുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവിടേക്ക് മന്ത്രവാദി വരികയാണ്. ചെകുത്താൻ ആചാരപ്രകാരമാണ് ഇവരുടെ വിവാഹം നടന്നത്, അതുകൊണ്ട് ചെകുത്താൻ ആചാരപ്രകാരം തന്നെ വിവാഹം വേർപെടുത്തുകയും വേണം, അതിനൊരു പൂജ നടത്തണമെന്ന് പറയുകയാണ്. ഇത് കേട്ട നിക്കി സമ്മതമാണെന്ന് പറയുകയാണ്. പക്ഷേ പീയൂഷ് സമ്മതമല്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന നിക്കി സുമിത്രയോട് പീയൂഷിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ സുമിത്ര പീയൂഷിന്റെ അടുത്തേക്ക് പോകുന്നു. പീയൂഷിന്റെ അടുത്ത് പോകുന്ന സുമിത്ര തൽക്കാലത്തേക്ക് ഇപ്പോൾ ബന്ധം വേർപെടുത്താം, അത് കഴിഞ്ഞ് വീണ്ടും വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പീയൂഷിനെ സമാധാനിപ്പിക്കുമെങ്കിലും പീയൂഷ് ഒന്നും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മറുവശത്ത് ശിക്ഷ കൊടുത്തിട്ടും എനിക്ക് ഫുഡ് കൊണ്ടുവരാത്തത് എന്താണ് എന്ന് മാലിക് ചോദിക്കുമ്പോൾ കപാലി രാജ് പാലസിലുള്ളവർക്ക് മാലിക്കിനോടുള്ള പേടി പോയി കാണും, അവർക്ക് വലിയൊരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയുകയാണ് കപാലി. അത് കേൾക്കുന്ന മാലിക് തന്റെ ശക്തി കൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കുട്ടികളെല്ലാം ഓരോന്നായി മരിച്ചു വീഴുകയാണ്. അത് കാണുന്ന ആ കുട്ടികളുടെ മാതാപിതാക്കൾ കരയുകയാണ്. ഇതെല്ലാം കാണുന്ന പീയൂഷിന്റെ അച്ഛൻ മാലിക്കിന്റെ ദേഷ്യം കൂടി വരികയാണ്. ഇനി ഒട്ടും സമയമില്ല എന്ന് പറയുകയാണ്. പീയൂഷ് ഡിവോഴ്സിന് സമ്മതിക്കുമോ എന്നും മാലിക്കിന് ഇനിയും ദേഷ്യം കൂടുമോ എന്നും അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്